പറഞ്ഞിരിക്കുന്നത് ഈസ് മാൻ വിതൗട്ട് എനർജി, നത്തിങ് അറ്റ് ഓൾ. ഉന്മേഷവും ഉത്സാഹവും ഇല്ലെങ്കിൽ മനുഷ്യൻ എന്താണ്? മനുഷ്യൻ ഒന്നുമല്ല, ഒന്നും തന്നെയല്ല എന്നാണ്. എനർജി മാനേജ്മെന്റ് ഇസ് ദ മോസ്റ്റ് യൂസ്ഫുൾ സ്കിൽ. ജീവിത നൈപുണ്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമാർന്നതാണ് ഊർജ ക്രമീകരണം, ഊർജ വിനിയോഗവും. എനർജി മാനേജ്മെന്റ് റെഫേഴ്സ് ടു ഹൗ വി ചൂസ് ടു യൂസ് അവർ എനർജി. നമ്മിൽ കുടികൊള്ളുന്ന എനർജി അല്ലെങ്കിൽ ഊർജം എങ്ങനെ നാം വിനിയോഗിക്കുന്നു എന്നതാണ് എനർജി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഊർജ ക്രമീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. To show up fully in all areas of our life, a proactive energy management is inevitable. തീർച്ചയായിട്ടും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഒരേ ഊർജത്തോടുകൂടി, ഒരേ ഉന്മേഷത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എനർജി മാനേജ്മെന്റ് നമ്മിൽ സംഭവിച്ചിരിക്കും. അതായത് അത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പല മേഖലകളിലും നമ്മൾ വളരെയധികം മൗഢ്യത്തിലേക്കായിരുന്നു. ഇന്നത്തെ വിഷയം പേഴ്സണൽ എനർജി മാനേജ്മെന്റ്, വ്യക്തിനിഷ്ഠമായ ഊർജ ക്രമീകരണം. എന്താണ് അതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൊഡക്ടിവിറ്റി, ടൈം ആൻഡ് എനർജി മാനേജ്മെന്റ്. ഈ മൂന്ന് വാക്കുകൾ പരസ്പര ബന്ധിതമാണ്. പരസ്പര ബന്ധിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ചെറിയൊരു മിഥ്യാധാരണ അടങ്ങിയിട്ടുണ്ട്. രണ്ട് മിഥ്യാധാരണകൾ നീക്കിയാൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി എന്താണ്, ടൈം ആൻഡ് എനർജി മാനേജ്മെന്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവുള്ളൂ. അവ എന്തൊക്കെയാണെന്നോ. ആദ്യത്തെ മിഥ്യാധാരണ എന്ന് പറയുന്നത് ഓവർ വർക്കിംഗ് ഈസ് ഹൈലി പ്രൊഡക്റ്റീവ്. അതായത് നമ്മൾ എപ്പോഴും നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഉൽപാദനക്ഷമതയുടെ കാതൽ എന്നാണ് കരുതുന്നത്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വർക്കിംഗ് ഓവർ ടൈം ഡിക്രീസസ് പ്രൊഡക്ടിവിറ്റി. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഓവർ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ, ഏത് വർക്കും ആകട്ടെ, എന്ത് കർമ്മവും ആകട്ടെ, അത് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ഉൽപാദനം കുറയുകയാണ് ചെയ്യുന്നത്, കൂടുകയല്ല ചെയ്യുന്നത്. രണ്ടാമത്തെ മിഥ്യാധാരണ എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ഇസ് ദ പനേഷ്യ ഫോർ ഡിക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പെർഫോമൻസ്. നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫാൻസി വേർഡാണ്. എല്ലാവർക്കും ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയാൻ പറ്റും. പക്ഷെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഒറ്റമൂലിയാണ്. എന്തിന്റെ? ഡിക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പെർഫോമൻസ്. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിലും ഉൽപാദനം കുറയുന്നതിന്റെയും ഒരു ഒറ്റമൂലിയാണ് ടൈം മാനേജ്മെന്റ് എന്നാണ് ഒരു ധാരണ. ആ ധാരണ തെറ്റാണ്. സത്യത്തിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് only when judicious energy management happens, time is managed efficiently. തിരിച്ചാണ് വരേണ്ടത്. അതായത് ആദ്യം നമ്മൾക്ക് സംഭവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഊർജ ക്രമീകരണം അതിന്റെ ഭംഗിയായ അളവിൽ, അതിന്റെ ശരിയായ രീതിയിൽ നമ്മൾ സംഭവിച്ചാൽ മാത്രമേ ടൈം ഈസ് മാനേജ് എഫിഷ്യൻലി, സമയത്തെ നമുക്ക് ശരിക്കും വിനിയോഗിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂർ. ആ 24 മണിക്കൂറും എങ്ങനെ ഭംഗിയായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതിന്റെ അതിമനോഹരമായിട്ടുള്ള സെഷൻസ് ഇവിടെ നമുക്ക് അജിത് കുമാർ സാർ എടുക്കാറുണ്ട്. അദ്ദേഹം അതിന്റെ ഒരു ഉത്തമ മാതൃകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലുള്ളവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എനർജി മാനേജ് ചെയ്യുക എന്നുള്ളത്, അത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കേണ്ട കാര്യമാണ്. എനർജി ആൻഡ് പെർസിസ്റ്റൻസ് കോൺകർ ഓൾ തിങ്സ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അമേരിക്കയിലെ ആദ്യത്തെ പോസ്റ്റ് മാസ്റ്റർ ജനറലും രാഷ്ട്രീയക്കാരനും സാഹിത്യകാരനും ശാസ്ത്രജ്ഞനുമൊക്കെ ആയിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിരിക്കുന്നത് എനർജി ആൻഡ് പെർസിസ്റ്റൻസ് കോൺകർ ഓൾ തിങ്സ്. അതായത് എനർജി, ഊർജവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് നോക്കേണ്ടത്, അതായത് ഈ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരിലും 4 തലങ്ങളിൽ കുടികൊള്ളുന്നു. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് ഒരു പിരമിഡായിട്ട്, എനർജി ഒരു പിരമിഡായിട്ട് കാണുകയാണെങ്കിൽ ഏറ്റവും അടിത്തട്ടിലുള്ള തലം എന്ന് പറയുന്നത് ഫിസിക്കൽ പ്ലെയിൻ. ഫിസിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയാണ്. നമ്മുടെ ഭൗതിക അസ്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ശരീരത്തിന് കായിക ബലം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വെജിറ്റബിളിന് സമാനമാണ്, അല്ലെ? എന്ത് രോഗം വന്ന് കിടന്നു പോയിരുന്നാലും നമുക്ക് പിന്നെ ഒന്നിനും ചെയ്യാനുള്ള ശക്തി ഇല്ലാതെയാകുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ കായിക ബലത്തെ ആശ്രയിച്ച്. രണ്ടാമത്തത് നമ്മുടെ വൈകാരിക തലമാണ്. വികാരങ്ങൾ, നമ്മളിൽ ഉദിച്ചു വരുന്ന വികാരങ്ങൾ, ചിന്തകൾ, അനേകം ചിന്തകൾ, 100,000 ചിന്തകൾ ഒരു ദിവസം നമ്മളിലൂടെ കടന്നു പോകും. അപ്പൊ അതിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് വികാരങ്ങളല്ലാതെ പോസിറ്റീവ് വികാരങ്ങളുടെ ക്വാളിറ്റി ആശ്രയിച്ചിട്ടായിരിക്കും നമ്മുടെ ജീവിത നിലവാരം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും എന്റെ മൈൻഡ് പ്ലസ് സെഷൻസിന്റെ ഓരോ ക്ലാസ്സുകളിലൂടെയും നാം മനസ്സിലാക്കുന്നതാണ്. മൂന്നാമത് വരുന്നത് മാനസിക തലമാണ്. മാനസിക തലത്തിൽ വരുന്നത് ഫോക്കസ് ആണ്, ശ്രദ്ധാപൂർണത. ശ്രദ്ധയോട് കൂടിയിട്ടുള്ള കാര്യനിർവഹണത്തിന് ആദ്യത്തെ 2 കായിക ബലവും വൈകാരികമായിട്ടുള്ള സമനിലയും, ഇല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഊർജവും നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ മെന്റൽ പ്ലെയിനിൽ നമുക്ക് നേരാവണ്ണം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മനസ്സിന്റെ താളം തെറ്റിയാൽ ജീവിതം തന്നെ താറുമാറാകുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി 4-ാമത്തെ പ്ലെയിൻ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നതാണ് ആധ്യാത്മികമായിട്ടുള്ള പ്ലെയിൻ.
അവിടെയാണ് സത്യം പറഞ്ഞാൽ ഈ 3 ഫോഴ്സിന്റെയും ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് മെന്റൽ ഫോഴ്സസിന്റെയും അല്ലെങ്കിൽ മെന്റൽ ഊർജത്തിന്റെയും ശക്തിയുടെയും പ്രഭവ കേന്ദ്രം ഉറവ എന്ന് പറയുന്നത് സ്പിരിച്വൽ ആധ്യാത്മിക തലമാണ്. അപ്പൊ ഈ 4 തലങ്ങളിൽ നമുക്ക് ഒരു ഇക്വിപോയ്സ്, ഒരു ഇക്വിലിബ്രിയം കീപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ ഊർജ്ജ ക്രമീകരണം ഓരോ ദിവസവും അതിന്റെ ഓപ്റ്റിമം ലെവലിൽ, അതിന്റെ ഏറ്റവും ഉദാത്തമായ നിലയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ ഇടപെടുന്ന ഓരോ കാര്യങ്ങളിലും നമുക്ക് ഭംഗിയോടുകൂടി ചെയ്തു തീർക്കാൻ സാധ്യമാകും. ഇനി നാം നോക്കേണ്ടത് എനർജി ഡിപ്ലീഷൻ കോസസ്, ഊർജ്ജ ചോർച്ച സംഭവിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് നോക്കുക. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ പിരമിഡിൽ ആദ്യത്തെ എന്ന് പറഞ്ഞത് ഫിസിക്കൽ പ്ലെയിനാണ്. ഫിസിക്കൽ പ്ലെയിനിൽ എനർജി ഡിപ്ലീഷൻ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ലാക്ക് ഓഫ് സ്ലീപ്പ്, പ്രോപ്പർ വിശ്രമം. നമുക്കറിയാം, നമ്മൾ നിരന്തരമായിട്ട് ഇപ്പോൾ 24 മണിക്കൂറിനെ 3 തിരിച്ചിട്ടുണ്ട്, 8-8-8 അല്ലെ. 8 മണിക്കൂർ ഉറക്കം വേണം എന്നുള്ളത് വൈദ്യശാസ്ത്രം പറയുന്ന ഒരു ആവറേജ് മനുഷ്യന് 8 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഉറക്കം കിട്ടിയിരിക്കും. ഉറക്കം എന്ന് പറഞ്ഞാൽ വിശ്രമം ആവശ്യമാണ്. കാരണം അവൻ മാനസികമായും ശാരീരികമായും അധ്വാനിക്കുന്നു. ആ അധ്വാനത്തിന്റെ ഊർജ്ജം പിറ്റേ ദിവസവും അതേപോലെ തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആവശ്യമായിട്ടുള്ള വിശ്രമം ആവശ്യമാണ്. പക്ഷെ ഇന്നത്തെ തലമുറയിലും ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത്, തലമുറ എന്നുള്ള പോട്ടെ, ഇന്നത്തെ കാലത്ത് ഈ ലാക്ക് ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും പിടികൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. രണ്ടാമത്തത് പുവർ ന്യൂട്രീഷൻ. നമ്മൾ ഈ ജങ്ക് ഫുഡിന്റെ പിന്നാലെ, നാവിന്റെ രുചിക്ക് പിന്നാലെ പരക്കം പായുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവം. പുവർ ന്യൂട്രീഷ്യസ് ആൻഡ് ഹെൽത്തി ഫുഡ് ഇല്ലാതെ ആയി പോകുന്നു ഒരു ഫിസിക്കൽ എനർജി ചോർച്ചയ്ക്കുള്ള രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. ഇത് രണ്ടും കൂടെ, ലാക്ക് ഓഫ് സ്ലീപ്പ് ആൻഡ് പുവർ ന്യൂട്രീഷനും പിന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യായാമ വിമുഖത കാട്ടുന്ന ഒരു ജീവിതശൈലി. ഒരേ ഇടത്ത് ഇരുന്ന് തന്നെ, ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് എല്ലാം ബ്ലൂ കോളർ ആൻഡ് വൈറ്റ് കോളർ ജോബ്സ് ആണ് അല്ലെ. അപ്പൊ മെജോറിറ്റി ആൾക്കാരും ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് പ്രവർത്തനം ചെയ്യുന്നവരാണ്. പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ആഹാരം കഴിച്ചതിന് ശേഷം കായിക അധ്വാനത്തിനായിട്ട് പുറത്തിറങ്ങും. പാടത്ത് പണിയെടുത്താൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ പാടങ്ങളെല്ലാം വലിയ വലിയ അപ്പാർട്ട്മെന്റുകളും വീടുകളുമായി മാറിക്കഴിഞ്ഞു. കൃഷി എന്ന് പറയുന്നത് ഇല്ലാതായി കഴിഞ്ഞു. അപ്പോ വ്യായാമം എന്ന് പറയുന്നത് എങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നമ്മൾ TV പരസ്യത്തിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്. ടിവിയുടെ മുമ്പ് സ്വിച്ച് ഓൺ ചെയ്തിട്ട് റിമോട്ട് വെച്ചിട്ട് എന്താണ് ഈ പൊട്ടറ്റോ ചിപ്സും കഴിച്ചുകൊണ്ടിരിക്കുന്ന പല പരസ്യങ്ങളും കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ എല്ലാവരും അറിഞ്ഞും അറിയാതെയും ആഗ്നരായി പോകും. രണ്ടാമത്തത് ഇമോഷണൽ എനർജി ഡിപ്ലീഷൻ. എന്തൊക്കെയാണ് വൈകാരികമായിട്ടുള്ള എനർജി അല്ലെങ്കിൽ ഊർജ്ജത്തെ ചോർത്തി കളയുന്നത് എന്നുള്ളത്. ഒന്നാമത്തത് ക്രോണിക് സ്ട്രെസ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കൊച്ചുകുട്ടി മുതൽ 90 വയസ്സായിട്ടുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാർക്ക് വരെ ഇന്ന് ഭയങ്കര മാനസിക സംഘർഷങ്ങളാണ്. പുറത്തേക്ക് ഇറങ്ങിയാലും മാനസിക സംഘർഷം, വീടിനകത്തിരുന്നാൽ സംഘർഷം, ഓഫീസിൽ പോയാലും കൂട്ടുകാരുടെ ഇടയിലും സമൂഹത്തിലും എല്ലാം തന്നെ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന അനേകായിരം കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. രണ്ടാമത്തേത് ടോക്സിക് റിലേഷൻഷിപ്പ്. നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ, നമ്മളത് മാതാപിതാക്കളോടാകട്ടെ, ഭാര്യാഭർത്തൃ ബന്ധമാകട്ടെ, കുട്ടികളോടുള്ള ബന്ധമാകട്ടെ, ഇതിലെല്ലാം തന്നെ പലപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി അറിഞ്ഞും അറിയാതെയും ഇന്റൻഷനലി ആൻഡ് നോൺ ഇന്റൻഷനലി ടോക്സിക് ആയി പോകുന്നു. വിഷലിപ്തമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ഈ വൈകാരിക തലത്തിൽ നമ്മുടെ ഊർജ്ജത്തെ ചോർത്തിക്കളയുന്നതാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ലാക്ക് ഓഫ് സെൽഫ് കെയർ. നമ്മളിവിടെ ജോൺ സാർ സെൽഫ് കെയറിനെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്, ക്ലാസ്സുകളും എടുക്കാറുണ്ട്. മൈൻഡ് പ്ലസിൽ സെൽഫ് കെയറിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. സെൽഫിഷ്നെസ് അല്ല സെൽഫ് കെയർ. സെൽഫ് കെയർ ഇല്ലാതെ പോകുന്നു അവനവന്റെ കാര്യങ്ങളിലുള്ള അശ്രദ്ധ. അവനവന്റെ കാര്യങ്ങളിലുള്ള അശ്രദ്ധ വരുമ്പോൾ എല്ലാത്തിലും ഒരു ഉദാസീന മനോഭാവം വരുന്നു. ഉദാസീന മനോഭാവം എന്താണ്? തീർച്ചയായിട്ടും നമ്മുടെ ഊർജ്ജത്തെ ചോർത്തിക്കളയുന്നതാണ്. അല്ലെങ്കിൽ ഊർജ്ജം ഇല്ലായ്മയാണ് ഉദാസീനതയായിട്ട് മാറുന്നത്. മെന്റൽ എനർജി ഡിപ്ലീഷൻ. മാനസിക തലത്തിൽ എങ്ങനെയൊക്കെയാണ് എനർജി ഡിപ്ലീഷൻ ഉണ്ടാകുന്നത് നോക്കാം. ഒന്ന്, ഇൻഫർമേഷൻ ഓവർലോഡ്. ഇന്നിപ്പോ ഒരു തലവേദന വന്നു എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 100,000 ഇൻഫർമേഷൻ ടിഡ്ബിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ഇന്നതാണ് അസുഖം, നമുക്ക് ഇന്ന മരുന്നാണ് വേണ്ടത്, നമ്മൾ അങ്ങോട്ട് പറയുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കൊച്ചു കുട്ടിയാകട്ടെ വലിയവരാകട്ടെ. അപ്പൊ ഇൻഫർമേഷൻ ഓവർലോഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അനാലിസിസ് പാരാലിസിസ് വരും. അതിന്റെ പിന്നാലെ വരുന്നതാണ്, അതിന്റെ ട്വിൻ ബ്രദറാണ് അനാലിസിസ് പാരാലിസിസ്. അതായത് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആവുന്നു. ടു ബി ഓർ നോട്ട് ടു ബി, ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു അറിവില്ലായ്മ, ഇല്ലെങ്കിൽ ഒരു എന്താണ് സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുക. രണ്ടാമത് ലാക്ക് ഓഫ് ഫോക്കസ്. ഒബ്വിയസ്ലി ഇൻഫർമേഷൻ ഓവർലോഡ് തന്നെ നമ്മളെ കൊണ്ടുചെല്ലുന്നതാണ് അശ്രദ്ധപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം. ഐ ഡോണ്ട് കെയർ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. എന്തോ വന്നോട്ടെ, എന്തായിപ്പോയാലും എന്തായിരുന്നാലും എനിക്ക് ഒരു പ്രയാസവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ സ്ഥായി ഭാവമായി മാറുന്നു. പിന്നെ ഉള്ളത് ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഓവർ തിങ്കിങ്ങിന്റെ സെഷൻസ് തന്നെ ഇവിടെ എടുക്കാറുണ്ട് അല്ലെ. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കൂടുകൂട്ടി അതിൽ രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു പാസ് ടൈമാണ്. ആ പാസ് ടൈം എന്നുള്ളത് അൺഫോർച്ചുനേറ്റ്ലി ഡേ ടൈമിലെ ഫുൾ ടൈമുമായി മാറിപ്പോകുന്നിടത്താണ് പരാജയപ്പെടുന്നത്. ഓവർ തിങ്കിങ്ങും മെന്റൽ എനർജി ഡിപ്ലീഷന്റെ മറ്റൊരു കാരണം. ഈ സ്പിരിച്വൽ എനർജി ഡിപ്ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള റീസൺസ് എന്തൊക്കെയാണ്? ഒന്ന്, ഡിസ്കണക്ഷൻ ഫ്രം വാല്യൂ. നമ്മുടെ കുട്ടിക്കാലം മുതൽ, ജനിക്കുന്നത് മുതൽ അറിഞ്ഞും അറിയാതെയും നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ട്
എന്തൊക്കെയാണ്? സദാചാരപരമായ മൂല്യങ്ങൾ, സാംസ്കാരികപരമായ മൂല്യങ്ങൾ, മതപരമായ മൂല്യങ്ങൾ. ഇപ്പൊ ഈ മൂല്യങ്ങളുടെ എല്ലാം പിന്നാലെ നമ്മൾ ഈ ഇൻഫർമേഷൻ ഹൈവേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭൗതിക ഹൈവേയിൽ നമ്മൾ പരക്കം പായുകയാണ്. ഇനിയും നേടണം എന്നുള്ള വാഞ്ചയോടുകൂടി ഇങ്ങനെ പരക്കം പായുകയാണ്. ആ പരക്കം പാച്ചിലിനിടയിൽ പലപ്പോഴും നമ്മൾ ഈ വാല്യൂസ്, നമ്മൾ തന്നെ സ്വയം പടുത്തുയർത്തിയിട്ടുള്ള വാല്യൂസിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആയി പോവുക, അല്ലെങ്കിൽ വ്യതിചലിച്ചു പോകുന്നു. അറിഞ്ഞും അറിയാതെയും പലപ്പോഴും വെളിയിലുള്ള പല പ്രേരണകളാലും നമ്മൾ പോകുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? നമുക്കൊരു അപകർഷതാ ബോധം ഉണ്ടാകുന്നു, മാനസിക സംഘർഷം ഉണ്ടാകുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള എനർജിയെ, ഊർജ്ജത്തെ ചോർത്തിക്കളയുന്നു. രണ്ടാമത്തത് ലാക്ക് ഓഫ് മീനിങ് ആൻഡ് പർപ്പസ്. പലപ്പോഴും നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നുണ്ട്, ഭൗതികമായ നേട്ടങ്ങൾ. പണം സമ്പാദിക്കുന്നു, സ്വത്ത് സമ്പാദിക്കുന്നു, സ്വർണവും വീടും കാറും അതും ഇതും എല്ലാം നമ്മൾ സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതെല്ലാം തന്നെ കുറെ കഴിയുമ്പോഴത്തേക്കും ഇത്രയും നേട്ടങ്ങളൊക്കെ നേടിയിട്ടും ജീവിതത്തിൽ ഒരു ഏകാന്തത, ഒരു ശൂന്യത അനുഭവപ്പെടുന്നു എല്ലാവർക്കും, ഒരു അവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ. ഒരു ജീവിതത്തിന് ഒരു അർത്ഥമില്ല, ഒരു ലക്ഷ്യമില്ല എന്നുള്ളൊരു തോന്നൽ വന്നു. നെഗ്ലക്റ്റിംഗ് സെൽഫ് റിഫ്ലക്ഷൻ, അതിന്റെ ഏറ്റവും മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് റിഫ്ലക്ഷനെ കുറിച്ചുള്ള, നമ്മൾ ആരാണ്, ഹു ആം ഐ എന്നുള്ള ആ ഒരു ചോദ്യം നമ്മൾ ഉദിക്കുന്നില്ല. ആ ചോദ്യം ഉദിക്കണം എന്നുണ്ടെങ്കിൽ, ആധ്യാത്മികമായിട്ടുള്ള ഉണർവ് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ചോദ്യം ഉണ്ടാകൂ. ഈ പുതിയ കാമനകളുടെ പിന്നാലെ പോകണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. തീർച്ചയായിട്ടും ഈ സംസാരത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭൗതിക കാമനകൾ പൂർത്തീകരിച്ചേ മതിയാവുള്ളൂ. പക്ഷെ അതിന്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിലിൽ ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു സെൽഫ് റിഫ്ലക്ഷൻ നമ്മൾ തീർച്ചയായിട്ടും നടത്തിയിരിക്കും. അതില്ലാതെ വരുമ്പോഴത്തേക്കും ആധ്യാത്മിക തലത്തിൽ നമുക്കൊരു മൂല്യം സംഭവിക്കുന്നു, ഊർജ്ജ ചോർച്ച സംഭവിക്കും. ഇനി തീർച്ചയായിട്ടും ഇതിങ്ങനെ ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ഓപ്റ്റിമൈസേഷൻ ടിപ്സ്. ഊർജ്ജത്തെ ഓപ്റ്റിമൈസ് ചെയ്യുന്നതിന്, അതിന്റെ ഏറ്റവും ഉദാത്തമായ രീതിയിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഫിസിക്കൽ എനർജിയിൽ ഏതൊക്കെയാണ് ചെയ്യേണ്ടത്? ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ എല്ലാം തന്നെ വിപരീതമായിട്ടുള്ളതാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. എക്സസൈസ് റെഗുലർലി. നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, ആഴ്ചയിൽ 3 ദിവസം ചെയ്താൽ മതി, ആഴ്ചയിൽ 4 ദിവസം ചെയ്താൽ മതി, 5 ദിവസം ചെയ്താൽ മതി. അങ്ങനെയല്ല, 6 ദിവസമെങ്കിലും മിനിമം എക്സസൈസ് റെഗുലർ ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ വെളിയിൽ നടക്കാനെങ്കിലും പോവുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കായിക ബലം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ജോയിന്റ്സിനെല്ലാം ഒരു മൂവ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരേ ഇടത്ത് കുത്തിയിരിക്കുന്നതിന് പകരം അതൊരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറാനായിട്ടുള്ള ശ്രമം എല്ലാ ദിവസവും നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. പ്രായഭേദമന്യേ തന്നെ ഉണ്ടായിരിക്കണം. 2, ന്യൂട്രീഷ്യസ് ആൻഡ് ഹെൽത്തി ഫുഡ്. ഓഫ് കോഴ്സ് നമ്മൾ ഈ ജങ്ക് ഫുഡിന്റെ പിന്നാലെ, നേരത്തെ പറഞ്ഞ പോലെ നാവിന്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിൽ ഒഴിവാക്കിയിട്ട് ശരീരത്തിന് ഗുണമേകുന്ന, ശരീരത്തിന്റെ കായിക ബലം വർദ്ധിപ്പിക്കുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ തിരഞ്ഞുപിടിച്ച് അത് മിതമായ രീതിയിൽ കഴിക്കേണ്ട രീതിയിൽ കഴിക്കുക എന്നുള്ളത് പ്രധാനമാണ്. മൂന്നാമത് ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. ഓഫ് കോഴ്സ് റിലാക്സേഷൻ ആണ് നമ്മളെ റെപ്ലെനിഷ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ എനർജി, ചോർന്നു പോകുന്ന എനർജി വീണ്ടും എടുക്കുന്നു. ഒരു ദിവസം രാത്രി നമ്മൾ ഉറങ്ങി കഴിയുമ്പോഴാണ്, രാവിലെ ഉണർന്ന് എണീക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും ഫ്രഷ് ആയിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങി നല്ല ഉണർവോടുകൂടി നമുക്ക് എണീക്കാൻ പറ്റുന്നത്. ഇനഫ് സ്ലീപ്പ് ആൻഡ് റിലാക്സേഷൻ സംഭവിക്കും. ഈ 3 കാര്യങ്ങളും ഫിസിക്കൽ പ്ലെയിനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫിസിക്കൽ എനർജി അതിന്റെ ഒപ്റ്റിമം ലെവലിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഇമോഷണൽ എനർജിയാണ്. വൈകാരിക തലത്തിൽ നമ്മുടെ എനർജിയെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്, 1, പ്രാക്ടീസ് സെൽഫ് അവയർനെസ്. ഞാൻ ആരാണ്, എന്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു തുടങ്ങുക. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ അന്തവും കുന്തവും ഇല്ലാത്തുള്ള പരക്കം പാച്ചിൽ കുറെയൊക്കെ കുറയാൻ തുടങ്ങും. ഒരു സാവകാശം ജീവിതത്തിൽ വന്നു തുടങ്ങും. സാവധാനം എന്നുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. അപ്പോൾ പ്രാക്ടീസ് സെൽഫ് അവയർനെസ്. രണ്ടാമത്തത് സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ്. നമുക്ക് ചുറ്റുമുള്ളവർക്കും നാം സ്വയവും മറ്റുള്ളവർ നമ്മിലേക്കുള്ളതുമായിട്ടുള്ള ഒരു ബൗണ്ടറീസ്, ഒരു അതിർവരമ്പുകൾ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും എപ്പോഴും കയറി മേഞ്ഞു നടക്കാവുന്ന ഒരു സ്ഥലമായി നമ്മൾ മാറരുത്. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലും അങ്ങനെ ആകാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻഗേജ് ഇൻ സ്ട്രെസ് റെഡ്യൂസിങ് ആക്ടിവിറ്റി. നമ്മളെ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന, പിരിമുറുക്കം ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസിൽ നിന്ന് ഒഴിയാനായി ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഫാമിലി ടൈമുമായിട്ട്, നമ്മളിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുട്ടികളുമായിട്ടൊന്നും ഇടപഴകാൻ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾക്ക് സമയം കിട്ടുന്നില്ല. എല്ലാവരും അവരവരുടെ മൊബൈലും വെച്ചിട്ട് ലാപ്ടോപ്പും വെച്ചിട്ട് ഓരോരോ മുറികളിൽ ഒരു സെക്ലൂഡഡ് ഐലൻഡ് ആയിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കടന്നുപോയി. തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിൽ വെച്ച് മതിയാക്കുക. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളാണ്. ഫാമിലി ഈസ് ഇമ്പോർട്ടന്റ് അല്ലെ? ഫാമിലിയുമായിട്ട് ഇടപഴകുക. അതുപോലെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുക, ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ആകുക, സ്പോർട്സിൽ പങ്കെടുക്കുക. ഇത്തരത്തിലുള്ള പല സ്ട്രെസ് റെഡ്യൂസിങ് ആക്ടിവിറ്റീസ് ഉണ്ടാകും. ഇങ്ങനെ വരുമ്പോഴത്തേക്കും പല ഹോർമോൺസും, ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടാതെ പോകുന്ന പല ഹോർമോൺസും നമ്മുടെ ശരീരത്തിൽ ഉത്പാദനം തുടങ്ങുകയും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ ഉണ്ടാകുകയും പ്രതിഫലിക്കുകയും ചെയ്യും. അടുത്തത് മെന്റൽ എനർജി. മാനസിക തലത്തിൽ എന്തൊക്കെയാണ്
ചെയ്യേണ്ടത്. ഒന്ന് പ്രയോറിറ്റൈസ് ടാസ്ക് ഇഫക്റ്റീവ്ലി. പ്രയോറിറ്റൈസ് ടാസ്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഒരു ദിവസം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പലരും ഇവിടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്ത് പോകുന്നവർ പലരും തലേ ദിവസം തന്നെ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ലിസ്റ്റ് എഴുതി വെച്ചിട്ട് അതിനെ ഓരോന്നിനും അതിന്റെ പ്രാധാന്യം അനുസരിച്ച് ചെയ്യുന്നു. അത് തികച്ചും നമ്മൾ അങ്ങനെ ചെയ്താലും ഇല്ലെങ്കിലും പ്രയോറിറ്റൈസ് ടാസ്ക് ഇഫക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാമുഖ്യമേറിയ കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കാനായിട്ട് പഠിക്കുക. ഈറ്റ് ദ അഗ്ലി ഫ്രോഗ് ഫസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രയാൻ ട്രേസി ഇവിടെ ഉണ്ണികൃഷ്ണൻ സാർ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ട്, പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് ഫോക്കസ്. മൈൻഡ്ഫുൾനെസിനെ കുറിച്ച് മൈൻഡ്ലെസ് കമ്മ്യൂണിറ്റിയിൽ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. ശ്രദ്ധാപൂർണതയാർന്ന ജീവിതം. ശ്രദ്ധാപൂർണത വരുമ്പോൾ അതിന്റെ പിന്നാലെ വരുന്നതാണ് ശ്രദ്ധയോട് കൂടിയിട്ടുള്ള കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിൽ നമുക്ക് ശ്രദ്ധയോടുകൂടി തന്നെ ഇടപഴകാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മുടെ പ്രവൃത്തികളെ കൊണ്ടെത്തിക്കാനും സാധിക്കും. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്. പിന്നെ ടേക്ക് റെഗുലർ ബ്രേക്സ് ടു റീചാർജ്. ഓഫ് കോഴ്സ് നമ്മൾ എപ്പോഴും ഒരേ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു മൊണോട്ടണസ് ആക്ടിവിറ്റി ആയിട്ട് അത് മാറും. അത് എത്ര രസകരമാണ്, എത്ര പാഷനേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നാലും സാധാരണ എല്ലാ മനുഷ്യർക്കും ഇതേ അനുഭവം ഉണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് ഒരു റെഗുലർ ബ്രേക്സ്, ഒരു ഫാമിലി വെക്കേഷൻ, ഒരു സോളോ ട്രിപ്പ്, സൈലൻസിൽ ഇരിക്കുക, ഇത്യാദി കാര്യങ്ങളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാറ്ററിയെ നമുക്ക് റീചാർജ് ചെയ്യുന്നതിനായിട്ടുള്ള സംഗതികളാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അതെല്ലാം നമ്മൾ റെഗുലർ ആയിട്ട് ഒരു ഇന്റർവൽ എടുക്കുക, ഒരു എന്താണ് കാഷ്വൽ ലീവ് എടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിക്കൽ ലീവ് എന്തെങ്കിലും എടുത്തിട്ട് കുറച്ച് ദിവസം ഫാമിലി ആയിട്ടൊക്കെ പുറത്തു. അപ്പൊ തനിക്ക് മാത്രമല്ല കൂട്ടത്തിലുള്ളവർക്കും കൂടെ സന്തോഷം പ്രദാനം ചെയ്യുന്നതായിട്ട് മാറും. സ്പിരിച്വൽ എനർജി, ആധ്യാത്മികമായിട്ടുള്ള എനർജി എങ്ങനെ നമുക്ക് ഉയർത്താൻ പറ്റുന്നു? ഒന്ന്, കണക്ട് വിത്ത് നേച്ചർ. കണക്ട് വിത്ത് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാം നമ്മളെ എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റുകളിലും വീടിനകത്തേക്കും വീടിനകത്തുള്ള 4 ചുവരുകൾക്കുള്ളിലേക്കും ചുരുങ്ങിക്കൂടിയിരിക്കുകയാണ്. ഇപ്പൊ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അറിയുന്നില്ല. പുറത്തേക്ക് ഇറങ്ങാൻ എല്ലാവരും വിമുഖത കാട്ടുകയാണ്. ഒന്നും വേണ്ട, നമ്മളിപ്പോ ചെരുപ്പില്ലാതെ ഒരു അപ്പാർട്ട്മെന്റിനകത്ത് നടക്കുക എന്നുള്ളത് പോലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാലത്തിലൂടെയാണ് കടന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഗാർഡനിൽ ആഴ്ചയിൽ ഒരിക്കലും ഒരു ഗാർഡനിൽ പോയിട്ട് ചെരുപ്പും ഷൂസും എല്ലാം അയച്ചു വെച്ചിട്ട് പുൽത്തകടിയിലൂടെ ചവിട്ടി നടക്കും. ആ പ്രകൃതിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകും. അഗ്രികൾച്ചർ, നമുക്ക് ഗാർഡനിങ്ങിൽ ഇടപഴകാം. അല്ലെങ്കിൽ അഗ്രികൾച്ചർ, വീട്ടിൽ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ബാൽക്കണിയിലും എല്ലാം ഇപ്പോൾ ഒരുപാട് പേര് പലതരത്തിലുള്ള കൃഷികളെല്ലാം ടെറസിലും ബാൽക്കണിയിലും ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് നടത്താൻ പറ്റും. രണ്ട്, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് റിഫ്ലക്ഷൻ. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല. ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രത്യേകം സെഷൻസ് തന്നെ ഇവിടെ എടുക്കാറുണ്ട്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ലഭ്യമായിട്ടുള്ള എന്താണ് അനുഗ്രഹങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി എടുത്തിട്ട് അത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നതിനെ കുറിച്ചും അതിന്റെ മഹത്വത്തെ കുറിച്ചും എല്ലാം നമുക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓരോ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എണ്ണി എണ്ണി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞതാനിർഭരമായ ഹൃദയത്തോടു കൂടി ആ സർവശക്തനോട്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയോട് നമ്മൾ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുക. നമ്മുടെ ഓരോ ശ്വാസവും പോലും നാം അറിയാതെ നമ്മിലേക്ക് വന്നു പോകുന്ന നിശ്വാസങ്ങൾ പോലും ആ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ള ഉണർവിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ ജീവിതം തീർച്ചയായിട്ടും മാറാൻ പറ്റും. സ്പിരിച്വൽ എനർജി തീർച്ചയായിട്ടും നമ്മളിൽ ഉയർന്ന നിലയിൽ നിൽക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത് എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് ബ്രിങ് പർപ്പസ് ആൻഡ് മീനിങ് ടു ലൈഫ്. നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രതീതി ഉണ്ടാകും. പല നേട്ടങ്ങളും, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുടെ കൂമ്പാരത്തിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴും ഒരു ഒറ്റപ്പെടലിന്റെ പ്രതീതിയിൽ നിന്ന് മാറണമെങ്കിൽ പലതും അത്തരത്തിൽ എന്തൊക്കെ തരത്തിൽ നമ്മുടെ മനസ്സിനെ ഉന്മേഷവാനാക്കാം, അല്ലെങ്കിൽ ഉത്സാഹവും ഉന്മേഷവും തിരികെ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി ലിവിങ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇടപഴകാം, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇടപഴകാം. പിന്നെ നമുക്ക് ഒരു ട്രെക്കിംഗ് പോകാം, ഫാമിലി വെക്കേഷൻ പോകാം. പലർക്കും പല രീതിയിലുള്ള ഹോബി ക്ലാസ്സസിൽ ഇൻവോൾവ് ആകാം. ഇത്തരത്തിൽ നാം സ്വയം ഓരോരുത്തരും അവനവന്റെ ഇഷ്ടാനുസരണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇനി വേസ് ടു മാക്സിമൈസ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. പ്രൊഡക്ടിവിറ്റി നേരത്തെ നമ്മൾ തുടങ്ങിയത് അതാണ്. ഉൽപാദനക്ഷമത എങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റും? നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ഒരു ഫാക്ടറിയുടെ ഉൽപാദനക്ഷമത അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഉൽപാദനക്ഷമത എങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുകൂടെ ഐഡന്റിഫൈ വാട്ട് ഡ്രെയിൻസ് യുവർ എനർജി. ആദ്യമായിട്ട് വേണ്ടത് ഓഫ് കോഴ്സ് നമ്മളുടെ ഊർജ ചോർച്ചയ്ക്ക് കാരണമാകുന്ന രീതികൾ, പെരുമാറ്റങ്ങൾ, ശീലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് അവയിൽ നിന്നും ബോധപൂർവം മാറാനായിട്ടുള്ള ശ്രമം നാം തന്നെ തുടരണം. ഇത് ഓരോരുത്തരും ഇതൊന്നും ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അവനവൻ ചെയ്യേണ്ട സംഗതികൾ തന്നെയാണ്. രണ്ട്, സെറ്റപ്പ് ബൗണ്ടറീസ്. നേരത്തെ പറഞ്ഞ ഹെൽത്തി ബൗണ്ടറീസ്. അവനവനും മറ്റുള്ളവർ നമ്മിലേക്കും ഏത് ബൗണ്ടറി വരെ ആകാം, എന്തുവരെ ആകാം. ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപഴകുന്നതും അതെന്റെ ഭാര്യയാകട്ടെ, എന്റെ കുട്ടികളാകട്ടെ, അതുപോലെ തന്നെ കൂട്ടുകാരോ ഓഫീസിലുള്ള കൊളീഗ്സോ ആരും ആകട്ടെ, അവരോടൊക്കെ എനിക്ക് എത്രത്തോളം ഇടപഴകാമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണം. അതുപോലെ തന്നെ അവർക്ക് എന്റെ ജീവിതത്തിലേക്ക് എത്രമാത്രം കടന്നു വരാം എന്നുള്ളതിനെ കുറിച്ചും ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിച്ച് അതിർവരമ്പുകളിൽ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ഉത്പാദനക്ഷമത നാം അറിയാതെ തന്നെ വർദ്ധിക്കും.
മൂന്നാമത്തെ ഡെലിഗേറ്റ് ടാസ്ക്. ഡെലിഗേറ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ എക്സ്പേർട്സ് ഉണ്ട്. ഞാൻ തന്നെ എല്ലാം ചെയ്തേ മതിയാകും എന്നുള്ള ശാഠ്യം ഉപേക്ഷിക്കുക. എന്നേക്കാൾ മിടുക്കരായിട്ടുള്ള ഇപ്പം ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട്സും മാർക്കറ്റിങ്ങും മറ്റ് ലീഗൽ ആസ്പെക്ട്സും എല്ലാം തന്നെ അയാൾ തന്നെ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് എല്ലാത്തിനെ കുറിച്ചുമുള്ള അറിവുണ്ടാകണം എന്നില്ല. അപ്പോൾ അറിയാവുന്നവരെ ആ കാര്യങ്ങൾ ജോലികൾ ഏൽപ്പിച്ചിട്ട് അവരെ മാനേജ് ചെയ്യാൻ പഠിക്കുക. അതാണ് ഡെലിഗേറ്റ് ടാസ്ക് എന്ന് പറയുന്നത്. നാലാമത്തത് സ്റ്റാർട്ട് മോണോ ടാസ്കിങ്. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് ആണ്. രണ്ട് കൈകൾ കൊണ്ടും ഒരേ സമയം ജോലി ചെയ്യുന്ന, ഇപ്പൊ ഇവിടെ കർണാടകയിലാണെങ്കിൽ ഈ പൗരകർമ്മിക എന്നാണ് പറയുന്നത്, ഈ റോഡൊക്കെ തൂക്കുന്നവര്. അവരുടെ ഒരു അത്ഭുതം ഞാനിവിടെ ആദ്യം വന്ന കാലത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അവർ രണ്ട് കൈ കൊണ്ടും, ഇടത്തെ കൈ കൊണ്ടും വലത്തെ കൈ കൊണ്ടും രണ്ട് വലിയ ചൂലുകൾ വെച്ചിട്ട് ഭംഗിയായിട്ട് റോഡ് തൂത്തു പോകുന്നു. അതൊരു കലയായിട്ട് അതൊരു പഠിച്ചെടുത്തിരിക്കുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മോണോ ടാസ്കിങ് ആണ് ഏറ്റവും പ്രധാനം. ഒരു കാര്യം ഏറ്റെടുക്കുന്ന ഒരു കാര്യം ഭംഗിയോടുകൂടി, നല്ല വെടിപ്പോടുകൂടി ഭംഗിയായിട്ട് അതിന്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്ന വിധം ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. മൾട്ടി ടാസ്കിങ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് പല കാര്യങ്ങളിലെ വ്യാപരിച്ചു പോകും. അങ്ങനെ മനസ്സ് വ്യാപൃതമാകുമ്പോഴത്തേക്കും അത് സ്കാറ്റേർഡ് ആയിട്ടുള്ള മൈൻഡാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ലക്ഷ്യം നഷ്ടമാകുന്നു, ഫോക്കസ് നഷ്ടമാകുന്നു. അഞ്ചാമത്തത് ഓട്ടോമാറ്റിക് ആൻഡ് അച്ചീവ് മോർ. ഇന്നത്തെ കാലത്ത് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. AI ആൻഡ് മെഷീൻ ലേണിംഗിന്റെ യുഗമാണ്. ആ യുഗത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും യന്ത്രങ്ങളുടെ സഹായത്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിത്യവും റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാകാം. ഓഫീസിലായിരുന്നാലും വീട്ടിലായിരുന്നാലും എല്ലാം. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് യന്ത്രങ്ങളുടെ സഹായം ഉപയോഗിക്കാൻ പറ്റും, എവിടെയൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും, ഒരു കാര്യം ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും ഓട്ടോമാറ്റിക്കലി റെപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്തു പോകുന്നതിനാണ് ഓട്ടോമേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധത നമ്മൾ കാണിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അച്ചീവ് മോർ, വി വിൽ അച്ചീവ് മോർ, നേട്ടങ്ങൾ കൂടുതൽ കൊയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കോട്ടോട് കൂടി നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. എനർജി ഈസ് എൻ ഇറ്റേണൽ ഡിലൈറ്റ് ആൻഡ് ഹി ഹു ഡിസയേഴ്സ് ബട്ട് ആക്ട്സ് നോട്ട് നീഡ്സ് പെസ്റ്റിലൻസ്. വില്യം ബ്ലേക്ക് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പ്രശസ്തനായ ബ്രിട്ടീഷ് കവിയായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനർജി ഈസ് എൻ ഇറ്റേണൽ ഡിലൈറ്റ്. ഒരു അനശ്വരമായ ആഹ്ലാദമാണ് എനർജി എന്ന് പറയുന്നത്, ഊർജം എന്ന് പറയുന്നത്. നമ്മളിലുള്ള ഊർജം എന്ന് പറയുന്നത് അനശ്വരമായ ആഹ്ലാദമാണ്. അത് നേടണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് ലഭ്യമായിട്ട് അത് ഉപയോഗിക്കാതിരിക്കുന്നത് മഹാമേരികളെ പോറ്റി വളർത്തുന്നത് പോലെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജത്തിന്റെ ഒരു വലിയ സ്രോതസ്സാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉള്ളത്. പക്ഷെ നാം അത് അറിയാതെ പോകുകയും പല കാരണങ്ങൾ കൊണ്ട് ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ, ഈ 4 തലങ്ങളിലെ ഊർജത്തെ ഒരേ രീതിയിൽ വ്യാപിപ്പിക്കാതെ നാം പലപ്പോഴും ഉദാസീന മനോഭാവത്തിൽ നമ്മളെ മൗഢ്യത്തിലേക്ക് ആഴ്ത്തുന്ന ദുശീലങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇതെല്ലാം നാം തന്നെ സ്വയം മെനഞ്ഞെടുത്തിട്ട് നാം ഒരു കൂട് കൂട്ടി ഒരു കൊക്കൂടിനകത്ത് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു. ഇതിൽ നിന്നും തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ നാം ഈ പറഞ്ഞ ഇത്രയും സ്റ്റെപ്സ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ സ്റ്റെപ്സുകളെല്ലാം നമുക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഊർജ്ജ വിനിയോഗം, സമയ ക്രമീകരണവും വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റും. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് നീങ്ങാം.